ബൈജു തുടരുന്നുണ്ട്. ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങൾ, ഇന്നത്തെ തകൃതിയായ പ്രവർത്തനങ്ങൾ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നത് വ്യക്തമാകുന്നുണ്ട്. 11ാം നാളിലും ഈ തരത്തിൽ പരിശോധന നടക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഓരോ ദിവസം കഴിയും തോറും സാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയാണ്. ഒന്ന്, ഈ ക്യാബിനുള്ളിൽ അർജുൻ ഇല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളും സങ്കീർണാവസ്ഥകളും നിരവധിയുണ്ട്. ഇന്നത്തെ ഒരു പരിശോധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായി എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും സൈറ്റ്, അത് വളരെ വേഗം തന്നെ ഏത് നിമിഷവും നമുക്ക് അതിനുള്ള അപ്ഡേറ്റ്സ് നൽകാൻ പറ്റും. കാരണം ഇത് ഒരു വട്ടം ഈ ഡ്രോൺ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തി തിരിച്ചു വന്നിരിക്കുന്നു. ഇത്തരത്തിൽ 3ഓ 4ഓ തവണ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുക. അതിനുശേഷം നമുക്ക് അപ്പോൾ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നമ്മളുടെ അരികിലേക്ക് വന്ന് കാര്യങ്ങൾ പറയും. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ജില്ലാ ഭരണകൂടം വൈകിട്ട് 5 മണിക്കാണ് നൽകുക. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അർജുൻ ആ വാഹനത്തിനകത്തു ഉണ്ട് എന്ന് ഒരു വിവരം ഈ പരിശോധനയിൽ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അത് നമുക്ക് ലഭ്യമാക്കാൻ പറ്റും. എന്തായാലും കൃത്യമായ വിവരങ്ങൾ, അത് ഏതെങ്കിലും തരത്തിൽ ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ പറ്റും. അത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നതെല്ലാം അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ ഒരു വിവരം അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്ന കാര്യത്തിലാണ്. വളരെ നിർണായകമായ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ആ കണ്ടെത്തുക, അർജുൻ അതിനകത്ത് ഉണ്ടോ എന്ന് കണ്ടെത്തുക, അത് വലിയ വെല്ലുവിളിയാണെങ്കിലും അത് ഏറ്റെടുത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത്തരത്തിൽ വളരെ ഊർജിതമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുന്നു. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പരിശോധനയിൽ അതും അദ്ദേഹത്തെയും കണ്ടെത്താൻ പറ്റുമോ എന്ന കാര്യവും നോക്കുന്നുണ്ട്. ഏതായാലും സജീദ് പറഞ്ഞ പോലെ തന്നെ ലോറിക്കകത്ത് അർജുൻ ഇല്ലെങ്കിൽ അത് വലിയ നിരാശയായിരിക്കും ഉണ്ടാകുക. ഏതായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് കേരളം മുഴുവൻ. മാത്രമല്ല, നേരത്തെ ലോറി ഡ്രൈവേഴ്സ് അവർ പറഞ്ഞത് ഭാരതപുത്രൻ എന്നാണ്. അത്രത്തോളം ദേശീയ തലത്തിൽ തന്നെ ഈ സംഭവം ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയൊരു ദൗത്യം സമീപ ഭാവിയിൽ തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഈ രക്ഷാ ദൗത്യ സംഘാംഗങ്ങൾ തന്നെ പറയുന്നത്. വലിയ തോതിലുള്ള അത്തരത്തിൽ വലിയ സന്നാഹങ്ങൾ. പക്ഷെ അപ്പോഴും 11ാം നാളായിട്ടും നമുക്ക് ഈ ഒരു വിവരവും അർജുനെ കുറിച്ച് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ലോറി കണ്ടെത്തുക എന്നതാണ്. 9 ദിവസത്തോളം ലോറി കണ്ടെത്താനായില്ലെങ്കിൽ ആ ലോറി കണ്ടെത്തിയെന്നത് വലിയ ആശ്വാസകരമായ വാർത്തയാണെങ്കിൽ ആ ലോറി കരികിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ നല്ല വാർത്ത ലഭിക്കും. അർജുനെ കണ്ടെത്താനാകും. ഏതായാലും നിരാശ നമുക്ക് ജീവനോടെ അർജുനെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വളരെ ആശങ്കയുള്ളൊരു സമയത്തിലൂടെ കടന്നു പോകുന്നു. ഏതായാലും ആ കാര്യം നമുക്ക് ഇനിയും കാത്തിരിക്കണം. എന്തായാലും പ്രതീക്ഷ അവസാനമായെങ്കിലും ആ അർജുനെ ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന, അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ ഇപ്പോൾ അതിനായി പ്രാർത്ഥനയോടെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് പേർ ഈ സംഭവ സ്ഥലത്തേക്ക് ഇത്തരത്തിൽ ഇതറിഞ്ഞ് എത്തുന്നുമുണ്ട്. എന്തായാലും കാലാവസ്ഥ ഇപ്പോഴും അതേപടി നല്ല കാലാവസ്ഥയെ തന്നെ തുടരുന്നതും നമുക്ക് വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. സൈത്തൻ.